നമസ്കാരം. എല്ലാവർക്കും ഇംഗ്ലീഷ് വൈൻസിലേക്ക് സ്വാഗതം. വെൽക്കം ടു അവർ ഇംഗ്ലീഷ് വൈൻസ്. നമ്മുടെ നിത്യേനയുള്ള വർത്തമാനത്തിൽ നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് ഈ മോഡൽ ഓക്സിലറി വെർബ്സ്. ദൈനംദിനമായിട്ടുള്ള നമ്മുടെ വർത്തമാനത്തിൽ നമ്മൾ ഈ ഭാഗം ഉപയോഗിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഭാഗങ്ങളാണ് ഈ ക്യാൻ, കുഡ്, ഷാൾ, വിൽ, മേ, ഷുഡ്, മസ്റ്റ്. ഈ 7 പ്രധാനപ്പെട്ട മോഡൽ ഓക്സിലറീസ് നമ്മൾ സാധാരണ വർത്തമാനത്തിലൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. പറയാനും ചോദിക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ക്യാൻ, കുഡ്, ഷാൾ, വിൽ, ഷുഡ് ഈ മോഡൽ ഓക്സിലറീസിനെ കുറിച്ചുള്ള വീഡിയോകൾ ചെയ്ത് കഴിഞ്ഞതാണ്. ആ 7 മോഡൽ ഓക്സിലറി വെർബ്സിൽ ഇനി ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് മേയും മസ്റ്റുമാണ്. ബാക്കി 5 ഓക്സിലറി വെർബ്സിൻ്റെയും വീഡിയോ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പം മേയുടെയും മസ്റ്റിൻ്റെയും ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം നിങ്ങളോടൊന്ന് സൂചിപ്പിക്കുകയാണ്. ഈ അതിൻ്റെ ബാക്കിയുള്ള മോഡൽ ഓക്സിലറീസിൻ്റെ ബാക്കിയുള്ള ഈ ക്യാൻ, കുഡ്, ഷാൾ, വിൽ, ഷുഡ് ഇവയുടേതായിട്ടുള്ള വീഡിയോ നിങ്ങളൊന്ന് നിർബന്ധമായിട്ട് ഒന്ന് കാണണം. അത് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ക്യാനിൻ്റെയും കുഡിൻ്റെയും പിന്നെ വില്ല്, ഷാള് അത് ഫ്യൂച്ചർ ടെൻസിലായിട്ട് സിമ്പിൾ ഫ്യൂച്ചറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷുഡ് ഇതെല്ലാം സെപ്പറേറ്റ് വീഡിയോകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോസ് നിങ്ങൾ നിർബന്ധമായിട്ടൊന്ന് കാണണം. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് നമ്മുടെ നിത്യവർത്തമാനത്തിൽ ഈ മോഡൽ ഓക്സിലറി വെർബ്സിന്. നമ്മൾ വർത്തമാനം പറയുമ്പോൾ ഇവയെല്ലാം മോഡൽ ഓക്സിലറി വെർബ്സാണെന്ന് കരുതിയിട്ടൊന്നുമല്ല നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മൾ പറയുന്നതിൽ ഒരുപാട് ഭാഗങ്ങളിൽ ഒരുപാട് സെൻറ്റൻസുകളിലൊക്കെ ഈ മോഡൽ ഓക്സിലറീസ് കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ നിത്യവർത്തമാനത്തിലൊക്കെ പറയുന്നതാണ്, ഇവിടെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് ജയിക്കാൻ പറ്റും, നിനക്ക് ജയിക്കാൻ കഴിയും. അവരെത്ര ശ്രമിച്ചിട്ടും അവർക്ക് ആ കളി ജയിക്കാൻ കഴിഞ്ഞില്ല. നാളെ ഞാൻ അങ്ങോട്ട് വരാം, വൈകുന്നേരമേ നീ എന്നെ ഒന്ന് വിളിക്കണം. ഈ പറഞ്ഞതിലൊക്കെ മോഡൽ ഓക്സിലറീസ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സെൻറ്റൻസുകളൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ നമുക്കറിയേണ്ടത് എന്താണ്? മോഡൽ ഓക്സിലറീസ് അറിഞ്ഞിരിക്കണം. ഉച്ച കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു തോന്നലാണ് ഇത് മഴ പെയ്യും കേട്ടാ എന്ന് നമ്മൾ പറയും. ആ മഴ പെയ്യുമെന്ന് പറയാൻ നേരത്ത് ആ പെയ്യുമെന്ന് പറയുന്നത് മോഡൽ ഓക്സിലറി ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിൽ പറയേണ്ടത്. അപ്പം വേറെ ആൾ കണ്ടു നിൽക്കുന്ന ആൾ ആകാശത്ത് നോക്കിയിട്ട് പറയുകയാണ്, ഓ ഇന്ന് മഴ പെയ്തേക്കില്ല. ആ പെയ്തേക്കില്ല എന്ന് പറയുന്നത് മോഡൽ ഓക്സിലറി ഉപയോഗിച്ചിട്ടാണ് ഇംഗ്ലീഷിൽ നമുക്ക് പറയേണ്ടത്. ഞാൻ അങ്ങോട്ട് വരാം, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, വരാം എന്ന് പറയുന്നത് മോഡൽ ഓക്സിലറി പ്രയോഗമാണ്. ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്ന മോഡൽ ഓക്സിലറി പ്രയോഗമാണ്. അയ്യോ അമ്മ എന്നെ വഴക്ക് പറയുമെന്നുള്ളത് മോഡൽ ഓക്സിലറി ഉപയോഗിച്ചാണ്. ഇങ്ങനെ എത്ര സെൻറ്റൻസുകളാണ് നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഞാൻ നിന്നെ വിളിക്കാം, അല്ലെ കോളേജിലേക്ക് പോകുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം പറയത്തില്ലേ? ഇതൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ നമ്മൾ പറയുന്ന ഏറെക്കുറെ എല്ലാ വരികളും ഏതാണ്ട് മിക്ക വർത്തമാന ഭാഗങ്ങളും ഈ മോഡൽ ഓക്സിലറീസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അവയിൽ പ്രധാനപ്പെട്ട 5 ഞാനിപ്പോൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി നിൽക്കുന്ന 2 ഭാഗമുണ്ട്. അതാണ് മേയും മസ്റ്റും. അതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത്. അതും പ്രധാനമായിട്ടുള്ളത് തന്നെയാണ്. എങ്കിലും കൂടുതൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ ആദ്യമേ തന്നെ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് തന്നത്. ഈ 5 വീഡിയോകളുടെയും ലിങ്ക് നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഇപ്പം നമ്മൾ തുടങ്ങാൻ പോകുന്ന, അല്ലെങ്കിൽ ഞാനിവിടെ പറയാൻ പോകുന്ന മേയുടെയും മസ്റ്റിൻ്റെയും വീഡിയോ വളരെ സുഖകരമായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മേയിലേക്ക് ആദ്യം കിടക്കാം. അതിന് ശേഷം നമുക്ക് മസ്റ്റിനെ കുറിച്ച് പറയാം. ഈ മേ പ്രയോഗം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടതൊക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞു എന്നുള്ളത്. ഇത് ഒടുവിലത്തേക്ക് വെച്ചതിൻ്റെ കാര്യം, ഇത് വളരെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. എങ്കിലും പല സന്ദർഭങ്ങളിലും പ്രസക്തമായിട്ടുള്ള സന്ദർഭങ്ങളിൽ ഇത് ഉപയോഗിക്കേണ്ടി വരും. ഈ മേ പ്രയോഗം പൊതുവിൽ നമുക്ക് സംശയകരമായ കാര്യങ്ങൾ, ഒരു ഉറപ്പില്ലാത്ത കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ പറയാനാണ് ഈ മേ ഉപയോഗിക്കുന്നത്.
അപ്പോൾ അവരൊക്കെ ഇന്ന് വരുമോ എന്ന് ചോദിക്കാൻ നേരത്തെ നമ്മൾ പറയും, ഇപ്പോൾ അമ്മാവനുമൊക്കെ ഇന്ന് വരുവോടാ എന്ന് ചോദിക്കാൻ നേരത്തെ നമ്മൾ പറയും അവർ വന്നേക്കും എന്ന് പറയുന്നത് സംശയം. അവർ ചിലപ്പോൾ നാളെ ആയിരിക്കും വരുന്നത്, എങ്കിലും ഇന്ന് ചിലപ്പം വന്നേക്കും. അപ്പോൾ അവർ വന്നേക്കും എന്ന് പറയുമ്പോൾ ദേ മേ കം എന്നാണ് പറയുന്നത്. അപ്പം മേ കം എന്ന് പറഞ്ഞാൽ വന്നേക്കും എന്നാണ്. അതായത് മേ പ്രയോഗം എന്ന് പറയുന്നത് അതിന് സാധ്യതയുണ്ട്. മഴ പെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നു അയ്യോ പെയ്തേക്കും. അപ്പോൾ നമ്മൾ ഇറ്റ് മേ റെയിൻ എന്ന് പറയും. മഴ പെയ്തേക്കും. ഇറ്റ് മേ റെയിൻ പെയ്തേക്കും. അപ്പോൾ ഇറ്റ് മേ റെയിൻ, ആ ഇറ്റ് അവിടെ കൊടുക്കാൻ കാര്യം ഈ റെയിൻ എന്ന് പറയുന്നത് വെർബും നൗണും റെയിൻ തന്നെയാണ്. വെർബാകുമ്പോഴത്തേക്കാണ് റെയിൻ മഴ പെയ്യുക, നൗണാകുമ്പോൾ മഴ. അപ്പോൾ ഇത് രണ്ടും നൗണും അതുപോലെ തന്നെ സബ്ജക്റ്റായി വരേണ്ടതും റെയിൻ, വെർബായിട്ട് നിൽക്കുന്നതും റെയിൻ. അവിടെയാണ് നമ്മൾ ഇറ്റ് പ്രയോഗത്തിലേക്ക് കിടക്കുന്നത്. അത് ഇറ്റിനെക്കുറിച്ച് മാത്രമായിട്ട് ചെയ്യുന്ന വീഡിയോയിൽ വ്യക്തമാക്കി തരാം. അവൾ പാടുമോ അതിന് സ്റ്റേജിൽ കയറിയിട്ട്? നമ്മൾ പേര് കൊടുത്തു കഴിഞ്ഞാൽ അവൾ പാടിയില്ലെങ്കിലോ? അപ്പോൾ എന്താണ്? അവൾ പാടിയേക്കും. ഷീ മേ സിങ്, അവൾ പാടിയേക്കും. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ പറയുന്നത് എന്താണ്? നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അമ്മ വഴക്ക് പറഞ്ഞേക്കും. മദർ മേ സ്കോൾഡ്, ഉറപ്പില്ല. ചിലപ്പം വഴക്ക് പറയത്തില്ല, ചിലപ്പം വഴക്ക് പറഞ്ഞേക്കും. അച്ഛൻ കൊണ്ടുവന്നേക്കും. ഇപ്പോൾ വല്ല സൈക്കിളൊക്കെ മേടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോൾ ശമ്പളം കിട്ടുന്ന ദിവസമാണ് മേടിച്ചു തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പം മേടിച്ചുകൊണ്ട് വന്നേക്കും. അച്ഛൻ കൊണ്ടുവന്നേക്കും. ഫാദർ മേ ബ്രിങ്, അവൾ മേടിച്ചേക്കും. ഷീ മേ ബൈ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രീതികളിലാണ് നമ്മൾ സാധാരണയായിട്ട് മേ പ്രയോഗം നമ്മുടെ വർത്തമാനത്തിലൊക്കെ പറയാറുള്ളത്. അപ്പോൾ ഇനി എല്ലാ മോഡൽ ആക്സിലറി വെർബ്സിൻ്റെയും പറഞ്ഞിട്ടുള്ളത് പോലെ ഇതിൻ്റെ സ്ട്രക്ചർ നമുക്കൊന്ന് നോക്കാം. എല്ലാത്തിൻ്റെയും അതിൻ്റെ ഘടന ഒരേപോലെ തന്നെയാണ്. സബ്ജക്റ്റ് പ്ലസ് മേ പ്ലസ് V1. V1 എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ബേസ് ഫോം ഓഫ് ദി വെർബ്. ബേസ് ഫോം ഓഫ് ദി വെർബ് എന്ന് പറയുന്നതാണ് കം, ഗോ, വരിക, പോവുക, ഗോ, എഴുതുക, റൈറ്റ്, ചോദിക്കുക, ആസ്ക്, ഇങ്ങനെയൊക്കെ ഉള്ളത്. അപ്പം സ്ട്രക്ചർ മനസ്സിലായല്ലോ. എന്താണ്? സബ്ജക്റ്റ് പ്ലസ് മേ പ്ലസ് V1. ഈ സ്ട്രക്ചറിൽ എന്തെഴുതിയാലും ഇതാകും. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സെൻറ്റൻസിൽ പ്രവൃത്തി ചെയ്യുന്നത് ആരാണോ അതാണ് സബ്ജക്റ്റ്. അതായത് അവൻ, ഇവൻ, ഞാൻ, ഞങ്ങൾ, നമ്മൾ, നീ, താങ്കൾ, അത്, ആ മരം, ആ പട്ടി, ഇങ്ങനെയെല്ലാം പറയുന്നത് സബ്ജക്റ്റാണ്. ഇപ്പോൾ അവനത് ചെയ്തേക്കും എന്ന് പറയണം. അവനത് ചെയ്തേക്കും. സബ്ജക്റ്റ് ഏതാണ്? അവൻ. പ്ലസ് പിന്നെന്ത് വേണം? മേ. പ്ലസ് പിന്നെന്താ? V1, ചെയ്യുക, V1 ഡു. പിന്നെ അതേ എന്നുള്ളത് അതിൻ്റെ അപ്പുറം കൊടുത്തേച്ചാൽ മതി. അപ്പോൾ അവനത് ചെയ്തേക്കും എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഹീ പ്ലസ് മേ പ്ലസ് ഡു, പ്ലസ് ഇറ്റ് അല്ലേ, ദാറ്റ്. ഹീ മേ ഡു ഇറ്റ്, ഹീ മേ ഡു ദാറ്റ്. അവൻ ചെയ്തേക്കും, ഹീ മേ ഡു അത്, ദാറ്റ്. അവൾ നിന്നെ വിളിച്ചേക്കും കേട്ടാ എന്ന് പറയും. വൈകിട്ട് ചിലപ്പോൾ അവൾ നിന്നെ വിളിച്ചേക്കും, ഫോൺ അറ്റൻഡ് ചെയ്യണേ. അപ്പോൾ അവൾ വിളിച്ചേക്കും. അവൾ സബ്ജക്റ്റ് പ്ലസ് മേ പ്ലസ് വിളിക്കുക, V1 കോൾ. ഷീ മേ കോൾ, ആരെ? നിന്നെ. യു വൈകുന്നേരത്ത്, ഇൻ ദ ഈവനിങ്, നീട്ടി കൊണ്ടുപോവാ. ഷീ മേ കോൾ യു ഇൻ ദ ഈവനിങ്. വർത്തമാനമൊക്കെ പറയാൻ നേരത്ത് ഇൻ ദ ഈവനിങ് അവിടെ പറയണമെന്നില്ല. ഇൻ ദ ഈവനിങ് ഷീ മേ കോൾ യു. അത് സംഭവിച്ചേക്കും. അത്, ഇറ്റ് അല്ലെ, ദാറ്റ്. പ്ലസ് മേ പ്ലസ് സംഭവിക്കുക എന്നുള്ളതിൻ്റെ V1 ഹാപ്പൻ. ഇറ്റ് മേ ഹാപ്പൻ, ദാറ്റ് മേ ഹാപ്പൻ. അവർ പരാതിപ്പെട്ടേക്കും. അവർ, ദേ സബ്ജക്റ്റ് പ്ലസ് മേ പ്ലസ് പരാതിപ്പെടുക, V1 കംപ്ലൈൻ. കംപ്ലൈൻ്റ് അല്ല, കംപ്ലൈൻ. അപ്പം അവർ പരാതിപ്പെട്ടേക്കും. ദേ മേ കംപ്ലൈൻ. ഇനി അതിൻ്റെ നെഗറ്റീവിലേക്ക് നമുക്കൊന്ന് കിടക്കാം. അപ്പോൾ അതിന് നമ്മൾ സാധാരണഗതി പറയുന്ന അൺസർട്ടേണിറ്റി എന്ന് പറഞ്ഞാൽ അൺസർട്ടൈനിറ്റി.
അതായത് സാധ്യതയില്ല, അതിനുള്ള ചാൻസ് ഇല്ല എന്ന് കാണിക്കുന്നതാണ് നെഗറ്റീവ്, ഉറപ്പില്ലായ്മ. എങ്ങനെയാണ് നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നത്? ഇതിനു മുമ്പുള്ള എല്ലാ വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ സെൻറ്റൻസിലെ മോഡൽ ഓക്സിൽ റൈറ്റ് സൈഡ് അഥവാ വലതുവശത്ത് നോട്ട് ചേർത്താൽ മതി, അല്ലെങ്കിൽ ഇൻഡ് ചേർത്താൽ മതി. അപ്പോൾ ഇവിടെയും അങ്ങനെയാ, മെയ്യുടെ വലതുവശത്ത് നോട്ട് ചേർത്താൽ മതി. അപ്പം നെഗറ്റീവ് സെൻറ്റൻസായി. അവരിന്ന് വന്നേക്കില്ല. ഇപ്പം നേരെ ഇത്രയൊക്കെ ആയി, ഇനി വരാനായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ വരേണ്ടത്. അവരിന്ന് വന്നേക്കില്ല. അവർ വന്നേക്കുമെന്ന് എന്താണ്? ദേ മേ കം. നെഗറ്റീവ് സെൻറ്റൻസ് ആക്കുന്നത് എങ്ങനെയാണ്? ഓക്സിലറി വെർബിൻ്റെ വലതുവശത്ത് നോട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇൻഡ് ഇട്ട് കൊടുക്കുക. ഇവിടുത്തെ ഓക്സിലറി വെർബ് ഏതാണ്? മേ ആണ്. അപ്പോൾ എവിടെയാണ് ഇൻഡ് ചേർക്കേണ്ടതല്ലേ നോട്ട് ചേർക്കേണ്ടത്? മേയുടെ വലതുവശത്ത്. അപ്പോൾ അവർ വന്നേക്കില്ല എങ്ങനെയാകും? ദേ മേ നോട്ട് കം. അവർ വന്നേക്കില്ല. ദേ മേ നോട്ട് കം ടുഡേ. ഇന്നവർ വന്നേക്കില്ല, വരാൻ ഇടയില്ല, വരാൻ സാധ്യതയില്ല. അവൾ വിളിച്ചേക്കില്ല, അവൾ വിളിച്ചേക്കും. ഷീ മേ കോൾ. അപ്പം മേ എന്ന് പറയുന്ന മോഡൽ ഓക്സിലറിയുടെ വലതുവശത്ത് നോട്ട് ഇടുക. അപ്പോൾ അവൾ വിളിച്ചേക്കില്ല, ഷീ മേ നോട്ട് കോൾ. അവൾ നിന്നെ വിളിച്ചേക്കില്ല, ഷീ മേ നോട്ട് കോൾ യു. അവൾ എന്നെ വിളിച്ചേക്കില്ല, ഷീ മേ നോട്ട് കോൾ മീ. അതാണ് ഷീ മെയിൻഡ് കോൾ. അവൾ വിളിച്ചേക്കില്ല. ഇന്ന് മഴ പെയ്തേക്കില്ല. മഴ പെയ്തേക്കും എന്താണ്? ഇറ്റ് മേ റെയിൻ. മേ എന്ന മോഡൽ ഓക്സിലറിയുടെ വലതുവശത്ത് നോട്ട് ഇട്ട് കൊടുക്കുക. എന്ത് വരും? ഇറ്റ് മേ നോട്ട് റെയിൻ. ടുഡേ ഇറ്റ് മേ നോട്ട് റെയിൻ. ഇതുപോലെ നെഗറ്റീവ് സെൻറ്റൻസുകൾ നമുക്കുണ്ടാക്കാം. സിമ്പിളാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ ഏതാണ്? പോസിറ്റീവ് സെൻറ്റൻസ്, നെഗറ്റീവ് സെൻറ്റൻസ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്രമത്തിലല്ലേ പോന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് മേയുടെ കാര്യത്തിലും പോസിറ്റീവ് ക്വസ്റ്റ്യനും നെഗറ്റീവ് ക്വസ്റ്റ്യനും നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ കാരണം ഇത് അക്കാഡമിക്കാർക്ക്, പഠിക്കുന്ന കുട്ടികൾക്ക് പ്രയോജനപ്പെടും. സ്പോക്കൺ ഇംഗ്ലീഷുകാർക്ക് ഇത് വലിയ പ്രയോജനമൊന്നുമില്ല, വലിയ ഉപയോഗങ്ങളില്ല. ദേ മേ കം, അവർ വന്നേക്കും. ദേ മേ നോട്ട് കം, അവർ വന്നേക്കില്ല. മേ ദേ കം, മേയിൻ്റെ ദേ കം. ഈ കാര്യങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷുകാർ ശ്രദ്ധിക്കേണ്ട. കാരണം നമ്മളങ്ങനെ ചോദിക്കാറൊന്നുമില്ല. നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് സ്പോക്കൺകാർ ഈ ഭാഗത്തേക്ക് വലിയ ശ്രദ്ധയൊന്നും കൊടുക്കണ്ട. പിന്നെ ഞാനത് പറഞ്ഞു തന്നിട്ടുള്ളത് ഏതാണ്? പോസിറ്റീവ് സെൻറ്റൻസ്, നെഗറ്റീവ് സെൻറ്റൻസ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ. അത് ഉണ്ടാക്കുന്നത് പറഞ്ഞു തന്നത് അക്കാഡമിക് ഉദ്ദേശത്തോടു കൂടിയാണ്. അത് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ചോദ്യങ്ങൾ വന്നാൽ അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്പോക്കൺ ഇംഗ്ലീഷുകാരെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കണ്ട. അപ്പോൾ വർത്തമാനത്തിൽ നമ്മൾ മേ വെച്ച് ചോദ്യം ചോദിക്കുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ അകത്തോട്ട് വന്നോട്ടെ, മേ കമിൻ സർ, ഞാനിത് എടുത്തോട്ടെ, മേ ടേക്ക് ദീസ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷുകാർ, വർത്തമാനക്കാർ ഈ മേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മേയുടെ വ്യത്യസ്തമായിട്ടുള്ള ഉപയോഗങ്ങൾ, നമ്മുടെ ഇംഗ്ലീഷ് വർത്തമാനത്തിലൊക്കെ മേയുടെ വ്യത്യസ്തമായിട്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ സാധാരണ വർത്തമാനത്തിലൊക്കെ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് അനുവാദം ചോദിക്കും ആരോടെങ്കിലുമൊക്കെ. അപ്പോൾ ഞാൻ അകത്തോട്ട് വന്നോട്ടെ എന്നോ ഞാനിത് എടുത്തോട്ടോ എന്നൊക്കെ അനുവാദം ചോദിക്കും. ഇപ്പോൾ ക്ലാസ് മുറിയിലേക്ക് ഒരു കുട്ടി വരാൻ നേരത്തെ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ കുട്ടി എന്താ ചോദിക്കുന്നത്? സർ മേ കമിൻ, അല്ലെങ്കിൽ മേ കമിൻ സർ, ഇങ്ങനെയല്ലേ ചോദിക്കുന്നത്. ഞാനകത്തോട്ട് വന്നോട്ടെ സർ, ഞാനകത്തോട്ട് വന്നോട്ടെ, പൊളൈറ്റായിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ചോദിക്കാനായിട്ട് എന്താ ഉപയോഗിച്ചത്? മേ ഐ കമിൻ സർ, അതായത് അനുവാദം ചോദിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ആസ്കിങ് ഫോർ പെർമിഷൻ. ഒരു പെർമിഷന് വേണ്ടിയിട്ട് ചോദിക്കുന്ന, അനുവാദം ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെൻറ്റൻസിൽ മേ ഉപയോഗിക്കുന്നു. അപ്പോൾ ടീച്ചറിൻ്റെ മറുപടി എന്തായിരുന്നു? അതാണ് ഗിവിങ് പെർമിഷൻ. എന്താ? അനുവാദം കൊടുക്കൽ. എന്താ ടീച്ചർ കൊടുത്തത്? യെസ് യു മേ കം ഇൻ. പക്ഷെ അവിടെ മേഘം വന്നേക്കും. സംശയത്തിൻ്റെ അർത്ഥം എടുക്കരുത്.
യു മേ കമിൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മലയാളം അർത്ഥം എന്ന് പറഞ്ഞാൽ യെസ്, നിനക്ക് വരാം, നിങ്ങൾക്കകത്തോട്ട് വരാം എന്ന് പറഞ്ഞാൽ വന്നോളൂ. അപ്പം ഇങ്ങനെയുള്ള അനുവാദം ചോദിക്കൽ, അനുവാദം കൊടുക്കൽ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലും നമ്മൾ മേ പ്രയോഗം കൊടുക്കും. പക്ഷേ ഈ മേ പ്രയോഗം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചോദിക്കുന്ന മേ കമിൻ സാർ എന്ന് ചോദിക്കാൻ നേരത്തെ എന്താണ്, ആ സാർ വിളിയിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ, നമ്മളെക്കാൾ സുപ്പീരിയർ ആയിട്ടുള്ള ഒരാളിനോടാണ് ആ ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ആ ബഹുമാനവും റെസ്പെക്റ്റും കൂടുതൽ പ്രകടിപ്പിക്കുമ്പോഴത്തേക്കാണ് ആ മേ പ്രയോഗിക്കുന്നത്. ഇപ്പോൾ കൂട്ടുകാർ തമ്മിലാകാൻ നേരത്തെ കൂട്ടുകാരിരിക്കുന്ന മുറിയിലേക്ക് ചെല്ലുമ്പോൾ മേ കമിൻ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കൂട്ടുകാരനോട് വേറൊരു കൂട്ടുകാരൻ മേ കമിൻ, അവിടെ വേണ്ട. അവിടെ നമുക്ക് ഷാളായി കമിൻ, എടാ ഞാൻ അകത്തോട്ട് വന്നോട്ടെ, മറ്റേതാണ് സാറേ ഞാൻ അകത്തോട്ട് വന്നോട്ടെ, അങ്ങോട്ട് അകത്തോട്ട് വരട്ടെ. കൂട്ടുകാരും സ്വാതന്ത്ര്യത്തോടു കൂടിയും തുല്യ യോഗ്യത ഉള്ളവരൊക്കെ ആകാൻ നേരത്ത് ഷാൾ പ്രയോഗം മതി. പക്ഷേ ഒരു ആസ്കിങ് ഫോർ പെർമിഷൻ, അനുവാദത്തിന് വേണ്ടി ചോദിക്കുമ്പോഴത്തേക്ക് നമ്മളെക്കാൾ മേലെയുള്ളവർ, നമ്മൾ ആദരിക്കുന്നവർ, അവരോട് ചോദിക്കുമ്പോഴത്തേക്കാണ് ഈ മേ പ്രയോഗം വരുന്നത്. അതുകൊണ്ട് ഇവിടെ അതിന് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സംശയത്തിൻ്റെ അർത്ഥമല്ല പറയേണ്ടത്. ഇപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു ഓഫീസിലെ കാര്യം എടുക്കാം. ഒരു കീഴുദ്യോഗസ്ഥനെന്ന് വെച്ചാൽ നേരത്തെ പോകണം, അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും വ്യക്തിപരമായ കാര്യമോ കുടുംബകാര്യമോ, അത് നേരത്തെ തന്നെ മേലുദ്യോഗസ്ഥനോട് അദ്ദേഹം പറഞ്ഞിരുന്നു, എനിക്ക് ഉച്ച കഴിഞ്ഞ് തന്നെ ഒന്ന് അനുവാദം തരണം, എനിക്കൊരു ലീവ് തരണം, അല്ലെങ്കിൽ എന്നെ ഒന്ന് പോകാൻ അനുവദിക്കണം. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മേലുദ്യോഗസ്ഥന് മനസ്സിലായി, ഓക്കെ ഉച്ച കഴിഞ്ഞിട്ട് പൊക്കോളൂ. അപ്പോൾ ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഈ മേലുദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ മുറിയിലാണെങ്കിൽ, ഓഫീസിലിരിക്കുകയാണെങ്കിൽ, ഈ ഉദ്യോഗസ്ഥൻ ചെന്നിട്ട് അദ്ദേഹത്തിനോട് എന്താ ചോദിക്കുന്നത്, സാർ മേ ഐ ലീവ് നൗ, സാർ, ഞാൻ പൊക്കോട്ടെ ഇപ്പോൾ. അപ്പോൾ എന്താണ്, ആസ്കിങ് ഫോർ പെർമിഷനാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്ത് പറയുന്നു, യെസ് യു മേ ലീവ് നൗ. പക്ഷേ അദ്ദേഹം തിരക്കിലാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഇത് മുഴുവൻ പറയാൻ കിട്ടുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം പറയും യെസ് യു മേ. യെസ് യു മേ എന്ന് പറഞ്ഞാൽ യു മേ ലീവ് നൗ എന്ന് തന്നെയാണ്. യെസ് യു മേ ലീവ് നൗ, ഓക്കെ ശരി, താങ്കൾക്ക് പോകാം, താങ്കൾ പൊക്കോളൂ. ഇവിടെ സംശയത്തിൻ്റെ അർത്ഥമൊന്നുമില്ല. അവർ ദേ മേ കം എന്ന് പറയുമ്പോൾ വന്നേക്കുമെന്ന് നേരത്തെ പറഞ്ഞു തന്നാൽ സംശയത്തിൻ്റെ അർത്ഥം ഈ ആസ്കിങ് ഫോർ പെർമിഷൻ അതല്ലെങ്കിൽ ഗിവിങ് പെർമിഷൻ ഈ ഭാഗത്ത് മേയുടെ അടുത്തുകൂടെ പോലും പോയിട്ടില്ല. പിന്നെ നമ്മൾ സാധാരണ രീതിയിലൊക്കെ മേ പ്രയോഗം കൊടുക്കുന്ന എവിടെയാണ്, ആശീർവാദം, ഏതാണ് നമ്മുടെ ആശംസകളൊക്കെ കൊടുക്കാൻ നേരത്ത് മേ പ്രയോഗിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതല്ലെങ്കിൽ മേ ഗോഡ് ബി വിത്ത് യു, ഈശ്വരൻ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ നമ്മൾ പറയാറുണ്ട്, ഇപ്പം നമ്മൾ ആഹ്ലാദത്തിൽ ഇപ്പം ഞാനെല്ലാവരോടും പറയാറുള്ളതാണ് മേ യു ബി ഹാപ്പി ഓൾ ദ ടൈം, എപ്പോഴും സന്തോഷത്തോടു കൂടി കഴിയട്ടെ. ഇതൊക്കെയാണ് മേ കൊണ്ടുള്ള ഉപയോഗങ്ങൾ. അതിന് പരിമിതമായിട്ടുള്ള ഉപയോഗങ്ങളാണ്, കൂടുതലായിട്ട് നമ്മൾ മേ അധികം ഉപയോഗിക്കാറില്ല. അപ്പോൾ നമ്മളിപ്പോൾ പ്രധാനപ്പെട്ട 6 മോഡൽ ഓക്സിലറികളെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഒരെണ്ണം കൂടെയാണ് ബാക്കിയുള്ളത്, ഏതാണ്, മസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ മസ്റ്റിനെ കുറിച്ച് കൂടെ പറയുന്നതിന് മുമ്പ് ഈ ഷുഡും മസ്റ്റും തമ്മിലുള്ള വ്യത്യാസം നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഈ മസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്, ഷുഡ് എന്ന് പറയുന്ന മോഡൽ ഓക്സിലറി ആയിട്ട് ഏതാണ്ട് അതൊക്കെ തന്നെയാണ്. ഷുഡിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നന്നായിട്ട് നോക്കുകയാണെങ്കിൽ അത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ്. കാരണം ഈ മോഡൽ ഓക്സിലറി വെർബിൻ്റെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്താണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, ഷുഡ് ഗോ പോകണം, മസ്റ്റ് ഗോ പോയേ പറ്റൂ. ഏതാണ്ട് അർത്ഥമെല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ മസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഇച്ചിരി കൂടെ തീഷ്ണത കൂടുന്നു, അതല്ലെങ്കിൽ അതിൻ്റെ ആ സ്ട്രോങ് ഫീലിംഗ് കാണിക്കുന്നു. വന്നേ പറ്റൂ, പോയേ പറ്റൂ, ചെയ്തേ പറ്റൂ, നീ മാപ്പ് പറഞ്ഞേ പറ്റൂ. ഇപ്പോൾ സാധാരണ ഗതിയിലാണെങ്കിൽ ഒരു സാധനം നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ
നമ്മളെ പ്ലാവേന്ന് വീണ ചക്ക, അതിലൊരു ഭാഗം മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നീ വരുന്ന വഴിക്ക് അതിലേ വരണം കേട്ടാ, ഈ ചക്ക കൂടെ കൊണ്ടുപോകണം, ജാക്ക് ഫ്രൂട്ട്. അപ്പോൾ അവിടെ ഷുഡ് മതി. യു ഷുഡ് കം ഓൺ ദ വേ ബാക്ക്. തിരിച്ച് വരുന്ന വഴിക്ക് നീ ഒന്ന് കയറണം, ആ ചക്ക കൊണ്ടുപോകാനല്ലേ. പക്ഷെ നേരെ മറിച്ചൊരു കല്യാണം വിളിക്കാൻ വരുന്നു. അപ്പോൾ ഇവരെല്ലാവരും വരും, എനിക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ഞാൻ വരാൻ ശ്രമിക്കാമെന്ന് പറയുന്നു. അപ്പോൾ കല്യാണം വിളിക്കാൻ വന്നയാൾ എന്തേ പറയുന്നത്? അയ്യോ അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റുകയില്ല, യു മസ്റ്റ് കം, നീ വന്നേ പറ്റൂ, അല്ലെ താങ്കൾ വന്നേ പറ്റൂ, സാറ് വന്നേ പറ്റൂ, ഒഴിയാൻ പറ്റുകയില്ല അവിടെ, കണ്ട. അപ്പം വന്നേ പറ്റൂ, നിങ്ങൾ വന്നേ പറ്റൂ, അല്ലെ നീ വന്നേ പറ്റൂ എന്ന് പറയാൻ നേരത്ത് അവിടെ ഷുഡ് ഇണങ്ങത്തില്ല, അവിടെ മസ്റ്റ് തന്നെ വേണം. യു മസ്റ്റ് കം, ഒഴിവാക്കാൻ പറ്റുകയില്ല. ഇപ്പോൾ ഒരാൾ മറ്റൊരാളിനോട് തെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം നമ്മൾ പറയുകയാണ്, നീ അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞേ പറ്റൂ, കാരണം അത് അത്യാവശ്യമാണ്, നീ അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞേ പറ്റൂ. അപ്പോൾ നമ്മൾ പറയുന്നത് അവിടെ യു ഷുഡ് പ്രയോഗിച്ചാൽ അതിൻ്റെ ആ ഒരു ഇത് വരത്തില്ല, തീഷ്ണത. യു മസ്റ്റ് അപ്പോളജൈസ്, യു മസ്റ്റ് അപ്പോളജൈസ് ടു ഹിം. നീ അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞേ പറ്റുള്ളൂ, കാരണം നിർബന്ധമാണ്. ഇങ്ങനെയുള്ള ഒരു സ്ട്രോങ് ഫീലിംഗ് അഥവാ ഡിറ്റർമിനേഷൻ കാണിക്കാനാണ് ഈ മസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഷുഡിൻ്റെയും മസ്റ്റിൻ്റെയും അർത്ഥവ്യത്യാസം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. അതായത് ഷുഡ് കം, വരണം, കാരണം അധികം നമ്മൾ ഇതെടുക്കണ്ട. ഷുഡ് കം, വരണം, മസ്റ്റ് കം, വന്നേ പറ്റൂ, ഇതാണ് അർത്ഥവ്യത്യാസം. ഇനി മസ്റ്റ് ഉപയോഗിച്ചുള്ള ചില സെൻറ്റൻസുകൾ അങ്ങനെ ഒരുപാടൊന്നും പറയാനില്ലെന്നേ. അങ്ങനെയുള്ള 2-3 സെൻറ്റൻസുകൾ നമുക്കൊന്ന് പറയാം. നീ നന്നായി പഠിച്ചേ പറ്റൂ, മാതാപിതാക്കൾ കുട്ടികളോട് പറയുന്നു, അല്ലെ കുട്ടിയോട് പറയുന്നു, നീ നന്നായിട്ട് പഠിച്ചേ പറ്റൂ. അതിന് മാത്രമാണ് കാശ് മുടക്കിക്കൊണ്ടിരിക്കുന്നത്. യു മസ്റ്റ് സ്റ്റഡി വെൽ, നീ നന്നായിട്ട് പഠിച്ചേ പറ്റൂ. ടീച്ചർ പറയുന്നു, നിങ്ങൾ ഈ ഹോംവർക്ക് ചെയ്തേ പറ്റൂ, യു മസ്റ്റ് ഡു ദിസ് ഹോംവർക്ക്. ഇങ്ങനെ മസ്റ്റ് വെച്ചുകൊണ്ട് ഏതാണ് ആ ഡിറ്റർമിനേഷൻ സൂചിപ്പിക്കാൻ വേണ്ടി സെൻറ്റൻസുകൾ നമുക്കുണ്ടാക്കുന്നു. അപ്പോൾ മസ്റ്റിൻ്റെ ഘടനയും എന്ത് തന്നെയായിരിക്കും? സബ്ജക്റ്റ് പ്ലസ് മസ്റ്റ് പ്ലസ് V1. അങ്ങനെ ഏതെഴുതി കഴിഞ്ഞാലും ആ സ്ട്രക്ചറായി. നീ തന്നേ പറ്റൂ, നീ സബ്ജക്റ്റ് പ്ലസ് മസ്റ്റ് പ്ലസ് തരിക, ഗീവ്. അപ്പം നീ തന്നേ പറ്റൂ, യു മസ്റ്റ് ഗീവ്. നിങ്ങൾ പഠിച്ചേ പറ്റൂ, നിങ്ങൾ യു മസ്റ്റ്, യു പ്ലസ് മസ്റ്റ്, പഠിക്കുക, V1 സ്റ്റഡി, യു മസ്റ്റ് സ്റ്റഡി. ഇനി ഇതിൻ്റെ നെഗറ്റീവ് ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ പറ്റത്തില്ല, അത് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ കൊച്ചു പിള്ളേരൊക്കെ ചാട്ടിയും പിടിക്കുകയല്ലേ. അപ്പോൾ അവിടെ എങ്ങനെയാണ് നെഗറ്റീവ് സെൻറ്റൻസ് ആക്കുന്നത്? അമ്മയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ മസ്റ്റ് എന്ന ഓക്സിലറി വെർബിൻ്റെ വലതുവശത്ത് നോട്ടിടുക. നിങ്ങളത് ചെയ്യരുത്, ശക്തമായിട്ട് പറയുകയാണ്. നിങ്ങൾ ചെയ്യണം, യു മസ്റ്റ് ഡു. നിങ്ങളത് ചെയ്യരുത്, നിർബന്ധം. അപ്പോൾ എന്താണ്? മസ്റ്റിൻ്റെ വലതുവശത്ത്, മസ്റ്റ് എന്ന മോഡൽ ആക്സിലറിയുടെ വലതുവശത്ത് നോട്ടിടുന്നു. യു മസ്റ്റ് നോട്ട് ഡു. നീ ആ വഴി പോകരുത്, അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകണ വഴി, കോളേജിലേക്ക് പോകണത്, അയ്യോ നീ ആ വഴിക്ക് പോകരുത്, ഒരു കാരണവശാലും ആ വഴിക്ക് പോകരുത്, കാരണം അത് അത്രയ്ക്ക് ബുദ്ധിമുട്ടേറിയ സ്ഥലമാണ്. അപ്പോൾ എങ്ങനെയാണ്? നീ പോകണം, പോയേ പറ്റൂ എന്നുള്ള അർത്ഥം, തീഷ്ണതയെ വേണ്ടത്. യു മസ്റ്റ് ഗോ. അപ്പം നീ പോകരുത് എന്താണ്? യു മസ്റ്റ് നോട്ട് ഗോ ദാറ്റ് വേ. ഒരു കാരണവശാലും നീ ആ വഴിക്ക് പോകരുത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിലേ ആ വഴി പോകരുതടാ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അവിടെയൊക്കെ പൊട്ടിയും പൊളിഞ്ഞും ഒക്കെ കിടക്കുക, അപ്പോൾ ആ വഴി പോകണ്ട വണ്ടിയെ. അങ്ങനെയുള്ളതാണെങ്കിൽ യു ഷുഡ് നോട്ട് ഗോ ദാറ്റ് വേ എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഇവിടെ അത് പറഞ്ഞതിൻ്റെ കാര്യം എന്താണ്? ആ വഴി പോകരുതെന്ന് മസ്റ്റ് ചേർത്ത് പറഞ്ഞത്. കാരണം അങ്ങനത്തെ വഴിയാണ്, അപകടകരമാണ്, ഒരുപക്ഷേ ചിലപ്പം ജീവന് പോലും ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന, അല്ലെങ്കിൽ മദ്യപാന്മാരുടെ, അല്ലെങ്കിൽ വേറെ ഇമ്മോറലായിട്ടുള്ള ആൾക്കാരുടെ, അല്ലെങ്കിൽ എന്തിനാ പേപ്പട്ടികളും
നാടൻ പട്ടികളൊക്കെ കടിച്ച് കീറുന്ന ഏരിയ ഒക്കെ ആകാൻ നേരത്താണ് യു മസ്റ്റ് നോട്ട് ഗോ ദാറ്റ് വേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനപ്പുറം ഒരു ഫോഴ്സ്, ഇതിനപ്പുറം ഒരു 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 നിർബന്ധം പുലർത്താൻ നമുക്ക് വേറെ പറ്റുകയില്ല. അതുകൊണ്ട് അത്രയ്ക്ക് ഒരു നിർബന്ധം കാട്ടി നമ്മൾ പറയുന്നതാണ് മസ്റ്റ് പ്രയോഗം. അതുകൊണ്ടാണ് സ്ട്രോങ് ഡിറ്റർമിനേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ആ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന രീതിയും നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന രീതിയും കൂടെ ഒന്ന് നോക്കി വെക്കാം. അത് സ്പോക്കൺകാർക്കൊന്നും യാതൊരു പ്രയോജനമുള്ളതൊന്നുമല്ല. എങ്കിലും അക്കാഡമിക്കായിട്ടുള്ളവർ ശ്രദ്ധിക്കുന്നത് കൊണ്ട്, ഗ്രാമറിൻ്റെ ഭാഗം ശ്രദ്ധിക്കുന്നവരുള്ളത് കൊണ്ട് അവർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞേക്കാം. മറ്റു മോഡൽ ഓക്സിലറി വെർബ് അല്ല, ഏത് ഓക്സിലറി വെർബ് വരാൻ നേരത്തും ചെയ്യുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി. എന്താ, നീ വന്നേ പറ്റൂ, യു മസ്റ്റ് കം. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് എന്താണ്? യു മസ്റ്റ് നോട്ട് കം. അപ്പം പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആക്കണേ എന്ത് ചെയ്യണം? ആ മസ്റ്റ് എടുത്ത് ആരംഭത്തിൽ കൊണ്ടുവരണം, മസ്റ്റ് യു കം. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആക്കണേ എന്ത് വേണം? മസ്റ്റിൻ്റ് യു കം. അധികം ഉപയോഗിക്കുകയല്ല. ഈ ചോദ്യമൊന്നും നമ്മൾ വർത്തമാനത്തിലൊന്നും അങ്ങനെ ഉപയോഗിക്കത്തൊന്നുമില്ല. പിന്നെ കുട്ടികളോട് പരീക്ഷയ്ക്ക് ഇത് വന്നു കഴിഞ്ഞാൽ ഒരു ചോദ്യം, ഒരു സെൻറ്റൻസ് കൊടുത്തിട്ട് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആക്കാൻ പറഞ്ഞാൽ ആക്കാൻ വേണ്ടിയിട്ടാണ് മസ്റ്റ് ഉപയോഗിക്കുക എന്ന് പറയുന്നത്. അതായത് ഡിറ്റർമിനേഷൻ, അതുപോലെ പ്രൊഹിബിഷൻ, നെസസിറ്റി, ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ചൂണ്ടിക്കാണിക്കാനായിട്ടാണ് മസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചില ഉദാഹരണങ്ങളും കൂടെ പറയാം. അല്ലാതെ ഇത് വലിയ രീതിയിൽ വ്യാഖ്യാനിച്ച് പഠിക്കേണ്ട കാര്യമല്ല ഇത്. നിങ്ങളിങ്ങോട്ട് പ്രവേശിക്കാനേ പാടില്ല, അല്ലെങ്കിൽ സന്ദർശകർ ഇവിടെ പ്രവേശിക്കാനേ പാടില്ല. ദ വിസിറ്റേഴ്സ് മസ്റ്റ് നോട്ട് എൻ്റർ ഹിയർ. അവിടെ ഷുഡ് വരുന്നതിനെക്കാട്ടിലും ആ പ്രൊഹിബിഷന് കൂടുതൽ ഏതാണ് ഒരു ഡിറ്റർമിനേഷൻ, ഒരു ഉറച്ച തീരുമാനം പറച്ചിൽ പോലെ എപ്പോഴേ വരുള്ളൂ. ദ വിസിറ്റേഴ്സ് മസ്റ്റ് നോട്ട് എൻ്റർ ഹിയർ. ഇനി വളരെ അത്യാവശ്യമാണ്, നിൻ്റെ കടമയാണ്, അതുകൊണ്ട് നീ ഇത് ചെയ്തേ പറ്റൂ, വേറെ ഒരു മാർഗവും ഇല്ല, നീ ഇത് ചെയ്തേ പറ്റൂ. അവിടെയും യു മസ്റ്റ് ഡു ദിസ്, നീ ഇത് ചെയ്തേ പറ്റൂ. ഈ മേ പ്രയോഗവും ഈ പറഞ്ഞ പോലെ മസ്റ്റ് പ്രയോഗവും നമ്മുടെ വർത്തമാനത്തിലൊക്കെ വളരെ വളരെ ചെറിയ അവിടെ ഇവിടെയായിട്ട് ചില പ്രയോഗങ്ങളേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ ഒന്നിലൊതുക്കുന്നത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഈ 7 പ്രധാനപ്പെട്ട മോഡൽ ഓക്സിലറീസിനെയും കുറിച്ച് ഒരു സീരീസായിട്ട് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് ഏതൊക്കെയാണ് നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞത്? ഏതാണ്? ക്യാൻ, കുഡ്, ഷാൾ, വിൽ, മേ, ഷുഡ്, മസ്റ്റ്. 7 എണ്ണത്തിൻ്റെയും വളരെ വിശദമായിട്ട് ലളിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് സ്പോക്കൺ ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ വർത്തമാനം പറയുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഇന്നയിടങ്ങളിൽ ശ്രദ്ധിച്ചാൽ മതിയെന്നും ഇന്ന ചിലതിലൊക്കെ വലിയ ശ്രദ്ധ കൊടുക്കേണ്ടതില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട മോഡൽ ഓക്സിലറീസ് ആയിട്ടുള്ള ഈ 7 എണ്ണവും നമ്മളിപ്പോൾ 5 വീഡിയോകളിലായി പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ വർത്തമാനത്തിലൊക്കെ നിരവധി തവണ ഉപയോഗിക്കുന്ന ഭാഗങ്ങളാണ് ഈ മോഡൽ ഓക്സിലറീസ്. അത് വളരെ ലളിതമായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഈ പറഞ്ഞു തരുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയുകയാണ്, ഇത് പ്രായോഗികമാക്കുകയും കൂടെ വേണം കേട്ടാ. ഇത് വർത്തമാനം പറയിക്കുന്ന അവരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. വർത്തമാനം പറഞ്ഞ് എടുക്കണം, അപ്പോഴല്ലേ അതിൻ്റെ പ്രയോജനം വരുന്നുള്ളൂ. അപ്പോൾ ഈ 5 വീഡിയോകളിലായിട്ട് വന്നിരിക്കുന്ന ഈ 7 മോഡൽ ഓക്സിലറീസ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി കഴിയാൻ നേരത്തെ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ തോന്നിപ്പോകും, ഇംഗ്ലീഷൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്ന്. ഏതാണ്? കാരണം അത്രയ്ക്ക് ഇത് സാധാരണ നമ്മൾ വർത്തമാനത്തിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് തന്നെ സ്വയം ഒരു ഫീലിംഗ് ഉണ്ടായി പോകും, ഞാനിപ്പോൾ ഏതാണ്ടൊക്കെ നന്നായിട്ട് ഇംഗ്ലീഷ്, ഏതാണ്ട് ഒരു നല്ല ഭാഗം നന്നായിട്ട് മനസ്സിലാക്കിയാൽ ഇപ്പം എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും, എഴുതാൻ പറ്റുമെന്നൊക്കെ തോന്നിപ്പോകും. ഇപ്പം എൻ്റെ അടുത്ത് പഠിക്കുന്ന പിള്ളേരും ഇതൊക്കെ പറയാറുള്ളതാണ് ഞാൻ ഈ നിങ്ങളോടും പറയുന്നത്. ഇത് കാരണം നമുക്ക് ഏതാണ് കൂടുതലും നമുക്ക് ആവശ്യമായ കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വരാൻ നേരത്താണ് നമ്മൾ ഈ പറയുന്ന പോലെ, ഞാൻ നിന്നെ വിളിക്കാം, നീ എന്നെ വിളിക്കണം കേട്ടാ, നാളെ ഞാൻ അങ്ങോട്ട് വരില്ല, ഇങ്ങനെയൊക്കെ സാധാരണ ഇതൊക്കെ തന്നെയാണല്ലോ പറയുന്നത്. അങ്ങനെ ഒരു ബോധം നമുക്ക് വരുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫീലിംഗ് ആകും, എന്താണ് ഞാൻ ഏതാണ്ട് ഇംഗ്ലീഷൊക്കെ ഒരു മാതിരി നല്ല രീതിയിൽ വശമാക്കി കഴിഞ്ഞുവെന്ന് ആ ഫീലിംഗ് തന്നെ നിങ്ങൾക്കും ഉണ്ടാകും. ഏതാണ് ഈ 5 വീഡിയോയും വളരെ
ശ്രദ്ധാപൂർവം വീക്ഷിക്കുക, അത് ശ്രദ്ധിക്കുക, ആ പറയുന്നതൊക്കെ മനസ്സിൽ ഉൾക്കൊള്ളുക. പിന്നെ അതിന് ശേഷം ഞാൻ എപ്പോഴും പറയുന്ന പോലെ എടുത്ത് കാച്ചുക, മറ്റുള്ളവരുമായിട്ട് വർത്താനം പറയുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കും തോന്നും യെസ് ഐ ആം എ ഗുഡ് ഇംഗ്ലീഷ് ടോക്കർ. ഈ 5 വീഡിയോകളുടെയും ലിങ്ക് നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് വിഷസ്, ഗുഡ് ബൈ.